Good morning, dear students. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേക്കിംഗ് ഓഫ്സെറ്റ് ഫ്രം കോഡ്സ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ള മെത്തഡിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ പ്രോബ്ലം നോട്ട് ഡൗൺ ചെയ്തോളൂ. Two tangents intersect at chain edges 59 plus 60. The deflection angle being 50 degree 30 minutes. Calculate the necessary data for setting out a curve of 15 chains radius to connect the two tangents if it is intended to set out the curve by offset from chords. Take peg interval equal to 100 links. Length of the chain being equal to 20 meters. And അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോ. 1 link is equal to 20 centimeter. One link of the chain is equal to 20 centimeter. Okay. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് രണ്ട് ടാൻജൻസ് ഉണ്ട്. റിയർ ടാൻജൻറ്റ് T1ഉം ദെൻ നമ്മുടെ ഫോർവേഡ് ടാൻജൻറ്റ് T1Vയും ഫോർവേഡ് ടാൻജൻറ്റ് VT2 ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ ചെയിനേജ് നമുക്ക് തന്നിട്ടുണ്ട് 59 × 60. 59 + 60. ദെൻ പിന്നെന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? ദ ഡിഫ്ലക്ഷൻ ആംഗിൾ അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇസ് 50 degree 30 minutes. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ T1V എക്സ്റ്റെൻഡ് ചെയ്യുകയും ദെൻ ആ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ നിന്ന് T2ലേക്ക് എടുക്കുന്ന ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ. ഇറ്റ് ഈസ് ഈക്വൽ ടു 50 degree 30 minutes എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് തന്നേക്കുന്നത് ക്വസ്റ്റ്യനിൽ? നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യേണ്ട കർവ്, ആ കർവിൻ്റെ റേഡിയസ് എത്രയാണ് തന്നിട്ടുണ്ട്? റേഡിയസ് ഇസ് ഈക്വൽ ടു 15 ചെയിൻസ് ആണ് തന്നിട്ടുണ്ട്. പിന്നെ വേറെന്താ തന്നേക്കുന്നത്? യൂസ് ചെയ്യേണ്ട മെത്തഡ് ടു ടേക്ക് ഓഫ്സെറ്റ് ഫ്രം കോഡ്സ് ആണ്. ദെൻ ടേക്ക് പെഗ് ഇൻ്റർവെൽ ഈസ് ഈക്വൽ ടു 100 links. പെഗ് ഇൻ്റർവെൽ ഈക്വൽ ടു 100 links. അത് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തു. പിന്നെ ലെങ്ത് ഓഫ് ദ ചെയിൻ ബീയിങ് ഈക്വൽ ടു 20 meter. ദാറ്റ് ഈസ് 1 chain ഈസ് ഈക്വൽ ടു 20 meter. ഇത്രയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യുക? കർവ് എങ്ങനെ സെറ്റ് ഔട്ട് ചെയ്യാം? ഈ T1നെയും T2നെയും കണക്ട് ചെയ്യുന്ന കർവിൽ നമ്മൾ കുറച്ച് സബ്സ്റ്റേഷൻസ്, ആദ്യത്തെ സബ്സ്റ്റേഷൻ, പിന്നത്തെ ഒരു ഫുൾ സ്റ്റേഷൻ, പിന്നെ കുറേ ഫുൾ സ്റ്റേഷൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ദെൻ ലാസ്റ്റ് ഒരു സബ്സ്റ്റേഷനും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ദെൻ ഈ T1 ഫസ്റ്റ് സ്റ്റേഷനും കൂടെ ഉള്ള കോഡ് വരക്കും. ദെൻ ഈ ടാൻജൻറ്റിൽ നിന്ന് ആ കോഡിലേക്കുള്ള ലെങ്ത്ത് കണ്ടുപിടിക്കും. അതിനാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ ഈ കോഡിനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യും. എന്നിട്ട് ആ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ നിന്ന് നമ്മൾ കർവിലെ ലൈനിലേക്കുള്ള ഓഫ്സെറ്റ് കണ്ടുപിടിക്കും. ദെൻ മൂന്നാമത്തെ അടുത്ത കോഡ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. എന്നിട്ട് ആ ലൈനിൽ നിന്ന് നമ്മുടെ അടുത്ത പോയിന്റിലേക്കുള്ള ഓഫ്സെറ്റ് കണ്ടുപിടിക്കും. ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഓരോ ഓഫ്സെറ്റിൻ്റെയും ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ ഇക്വേഷനൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് T1ൻ്റെ ചെയിനേജ് കണ്ടുപിടിക്കണം, T2ൻ്റെ ചെയിനേജ് കണ്ടുപിടിക്കണം. എന്നാലേ നമുക്കിവിടെ എത്ര നമ്പർ ഓഫ് സ്റ്റേഷൻസ് ഉണ്ട് എന്നൊക്കെയുള്ള മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റേഷൻ്റെ സബ് കോഡ് എത്രയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, സബ് കോഡ് ലെങ്ത് C1 എത്രയാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വീൻ്റെ ഒക്കെ ഡിസ്റ്റൻസ് ചെയിനേജ് ആയിട്ടാണ് തന്നത്. അപ്പോൾ നമ്മൾ ആ തന്ന ചെയിനേജ് യൂസ് ചെയ്ത് T1ൻ്റെയും T2ൻ്റെയും ചെയിനേജ് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വിയുടെ ചെയിനേജിനെ ഞാൻ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം ആദ്യം. ചെയിനേജ് ഓഫ് വി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നത് ഇൻ ടേംസ് ഓഫ് ചെയിൻ ആണ്. ദാറ്റ് ഈസ് 59 + 60. അതായത് 59 ചെയിനും 60 ലിങ്കും. 1 ചെയിൻ എന്ന് പറഞ്ഞാൽ 100 ലിങ്കാണ്, 100 ലിങ്ക്സ് ആണ്. ഓരോ ലിങ്കും എത്ര സെൻറ്റിമീറ്ററാണ്? 20 സെൻറ്റിമീറ്റർ. അത് ഓർത്ത് വെക്കണേ. ഓക്കെ, അങ്ങനെയാണെങ്കിലല്ലേ 100 ലിങ്ക് എന്ന് പറഞ്ഞാൽ 20 മീറ്റർ വരും. ഓക്കെ, അപ്പോൾ ചെയിനേജ് ഓഫ് വി ഈസ് ഈക്വൽ ടു 59 + 60 എന്ന് പറഞ്ഞാൽ 59 ചെയിനും 60 ലിങ്കുമാണ്. അപ്പോൾ ഒരു ചെയിനിൻ്റെ ലെങ്ത്ത് 20 മീറ്റർ. അപ്പോൾ 59 ചെയിനിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും? 59 × 20 പ്ലസ് ഒരു ലിങ്കിൻ്റെ ഡയമെൻഷൻ 20 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 60 ലിങ്കിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? 60 × 20 സെൻറ്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ 0.2. ഇതായിരിക്കും ചെയിനേജ് ഓഫ് വി ഇൻ മീറ്റേഴ്സ്. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുക 11
1192 മീറ്റേഴ്സ് എന്നാണ് കിട്ടുക. 1192 മീറ്റേഴ്സ്. അപ്പോൾ ഈ വി പറയുന്ന പോയിൻ്റ് ചെയിനേജ് കിട്ടി. ഈ വി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ചെയിനേജ് 1192 മീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതോ ഒരു പോയിൻ്റ് ഇതിൻ്റെ ഇങ്ങോട്ടേക്കുള്ള എക്സ്റ്റൻഷനിൽ ഏതോ ഒരു പോയിൻറ്റിൽ എവിടെയോ നമ്മൾ സർവേ സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റിൽ നിന്ന് ഈ വി വരെയുള്ള ഡിസ്റ്റൻസാണ് 1192. ഓക്കെ, ഇനി നമുക്ക് ആ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് T1ലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ T1ലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? T1V എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. T1V എന്നുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? T1V എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് ലെങ്ത് ആണ്. ടാൻജൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, R tan δ/2. ഇവിടെ റേഡിയസ് നമുക്ക് തന്നത് എന്തിൻ്റെ ടേംസിലാണ്? ചെയിനിൻ്റെ ടേംസിലാണ് അല്ലേ? 15 ചെയിൻസ് എന്നാണ് റേഡിയസ് തന്നത്. ദാറ്റ് ഈസ് 15 × 20, ദാറ്റ് ഈസ് 300 മീറ്റർ ആണ് നമ്മുടെ റേഡിയസ്. അപ്പോൾ T1V ഈസ് ഈക്വൽ ടു 300 tan 50 degree 30 minutes by 2. 300 tan 50 degree 30 minutes. Okay, by 2. 50 degree 30 minutes by 2. അത് നമുക്ക് 141.48 മീറ്റേഴ്സിന് കിട്ടും. 141.48 മീറ്റേഴ്സിന് കിട്ടും T1V. അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ നമ്മൾ സർവേ സ്റ്റാർട്ട് ചെയ്ത റോഡിൻ്റെ സർവേ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസ് 1192 ആണെന്ന് കിട്ടി. ഇപ്പം നമുക്ക് ഈ T1V എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 141.48 മീറ്റേഴ്സ് ആണെന്നും കിട്ടി. നമുക്ക് വേണ്ടത് ഈ സർവേ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് T1ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതിനാണ് നമ്മൾ ചെയിനേജ് ഓഫ് T1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ സർവേ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് T1V. ഓക്കെ, അതായത് ചെയിനേജ് ഓഫ് T1 എന്ന് പറഞ്ഞാൽ ചെയിനേജ് ഓഫ് V മൈനസ് T1V, ദാറ്റ് ഈസ് 1192 മൈനസ് 141.48. 1192 മൈനസ് 141.48 ചെയ്താൽ 1050.52 എന്ന് കിട്ടും. 1050.52 മീറ്റേഴ്സിന് കിട്ടും ചെയിനേജ് ഓഫ് T1. ഇനി ഇതേപോലെ നമുക്ക് ചെയിനേജ് ഓഫ് T2 കിട്ടണം. ഓക്കെ, ചെയിനേജ് ഓഫ് T2 നമ്മളെങ്ങനെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചത്? ചെയിനേജ് ഓഫ് T1 പ്ലസ് ഈ ആർക്ക് ലെങ്ത് ഇല്ലേ? ചെയിനേജ് ഓഫ് T1 പ്ലസ് ആർക്ക് ലെങ്ത്, ദാറ്റ് ഈസ് ചെയിനേജ് ഓഫ് T2 ഈസ് ഈക്വൽ ടു ചെയിനേജ് ഓഫ് T1 പ്ലസ് ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു പൈ ആർ ഡെൽറ്റ ബൈ 180 ഡിഗ്രി, ദാറ്റ് ഈസ് പൈ ഇൻറ്റു 300 ഇൻറ്റു 50 ഡിഗ്രി 30 മിനിറ്റ്സ് ഡിവൈഡ് ബൈ 180 ഡിഗ്രി ചെയ്താൽ നമുക്ക് 264.42 മീറ്റേഴ്സിന് കിട്ടും. 264.42 മീറ്റേഴ്സ്. അപ്പോൾ ചെയിനേജ് ഓഫ് T2 എന്ന് പറഞ്ഞാൽ T1ൻ്റെ ചെയിനേജ് 1050.52 പ്ലസ് 264.42 ചെയ്താൽ 131.94 മീറ്റർ 131.94 മീറ്റേഴ്സിന് കിട്ടും. ഓക്കെ, അപ്പോൾ 131.94 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ചെയിനേജ് ഓഫ് T1 കിട്ടി, ചെയിനേജ് ഓഫ് T2 കിട്ടി ഇല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിന്നെ എന്താണ്? നമ്മൾ ഈ ഫസ്റ്റ് പോയിന്റ് ഇല്ലേ, ഫസ്റ്റ് T1 എന്ന് ഈ ഫസ്റ്റ് പോയിന്റ് എയിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ C1 സബ് കോഡ് എത്ര ഇരിക്കുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ബാക്കി എ കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പെഗ്സും 100 ലിങ്ക്സ് ഇൻ്റർവെല്ലിലാണ് ഉള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നമ്മളിപ്പം നോക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ സബ് കോഡിൻ്റെ ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ നിന്നാണ് ഇത് നമ്മുടെ ചെയിനാണെന്ന് വിചാരിക്കുക. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ സർവേ സ്റ്റാർട്ട് ചെയ്തു. 20 മീറ്റർ ആദ്യം ഇട്ടു. ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ സർവേ സ്റ്റാർട്ട് ചെയ്തു. 20 മീറ്റർ ഇട്ടു, ദെൻ 40 മീറ്റർ ഇട്ടു, ദെൻ 60 മീറ്റർ, അങ്ങനെ 1040. 20യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടല്ലേ പോവുക.
നമ്മളെ ഡിസ്റ്റൻസുകൾ അല്ലേ, ആദ്യത്തെ 20 മീറ്റർ, പിന്നെ അടുത്ത ചെയിൻ ഇടുമ്പോൾ 40 മീറ്റർ എത്തും, അടുത്ത ചെയിൻ ഇടുമ്പോൾ 60 മീറ്റർ, അങ്ങനെ 20ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് നമ്മളെ ചെയിൻ്റെ ലെങ്ത്ത് പോവുക അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 1040 എത്തി. നമ്മൾ T1ൻ്റെ ചെയിനേജ് എത്രയാണ്? 1050.52 അല്ലേ. അപ്പോൾ നമ്മൾ 1040 1040 20യുടെ മൾട്ടിപ്പിൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 10 മീറ്ററും കൂടെ മെഷർ ചെയ്തപ്പോൾ നമ്മൾ T1 1040 ഒരു 10 മീറ്ററും കൂടെ മെഷർ ചെയ്തപ്പോൾ T1 ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെയിൻ എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് സബ്സ്റ്റേഷൻ. ആ 1040 കഴിഞ്ഞിട്ട് 1060 നമ്മുടെ 1040 കഴിഞ്ഞിട്ട് 1060 നമ്മുടെ ഫസ്റ്റ് സബ്സ്റ്റേഷൻ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ചെയിനേജ് എന്ന് പറഞ്ഞാൽ 1060. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സർവേ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, 20 ലെങ്ത്ത് മെഷർ ചെയ്തു, 40 ലെങ്ത്ത് മെഷർ ചെയ്തു, 60 അങ്ങനെ ചെയ്ത് ഒരു T1ൻ്റെ കുറച്ച് മുന്നേ നമ്മൾ 1040 മീറ്റേഴ്സ് മെഷർ ചെയ്തു ഫ്രം ബിഗിനിങ് ഓഫ് ദ സർവേ. അപ്പോൾ T1ൻ്റെ തൊട്ട് മുന്നേ നമ്മൾ 1040 മെഷർ ചെയ്തു. ദെൻ അടുത്തൊരു 10 മീറ്റർ മെഷർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ T1 എത്തി. എന്നിട്ട് ഈ ചെയിൻ എവിടെയാണോ എൻഡ് ആവുന്നത് അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ വേണ്ടത്. ഞാൻ വരച്ചതിൽ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷൻ എ വേണ്ടത് ഈ 1040 കഴിഞ്ഞിട്ട് എവിടെയാണ് നമ്മുടെ കർവ് എൻഡ് ചെയ്യുന്നത്, ചെയിൻ എൻഡ് ചെയ്യുന്നത്, അവിടെയാണ് നമ്മൾ ഫസ്റ്റ് സബ്സ്റ്റേഷൻ വേണ്ടത്. അപ്പോൾ 1040 കഴിഞ്ഞ് ഒരു 20 മീറ്ററും കൂടെ ഇട്ടാൽ 1060 മീറ്റർ ആവില്ലേ. അപ്പോൾ ചെയിനേജ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 1060 മീറ്റർ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ചെയിനേജ് ഓഫ് T1 വരുന്നുണ്ട് 1050 മീറ്റർ. അപ്പോൾ ചെയിനേജ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സബ്സ്റ്റേഷൻ്റെ ചെയിനേജ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 1060 അത് നിങ്ങൾ ഇങ്ങനെയൊന്നും ഓർത്ത് വെക്കണ്ട, 1060 മീറ്റർ ആണ്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എന്താണെന്ന് വെച്ചാൽ T1ൻ്റെ ചെയിനേജ് നിങ്ങൾ കണ്ടുപിടിക്കുമല്ലോ. ഇവിടെ കിട്ടിയത് 1050.52 1050.52. അത് കഴിഞ്ഞിട്ട് 20യുടെ മൾട്ടിപ്പിൾ വരുന്ന നമ്പർ ഏതാണ് അതായിരിക്കും ചെയിനേജ് ഓഫ് എ എന്ന് പറയുന്നത് അല്ലേ. 1050 കഴിഞ്ഞാൽ 20യുടെ മൾട്ടിപ്പിൾ വരുന്ന നമ്പർ ഏതാണ്? 1060 അല്ലേ. അപ്പോൾ 1060 ആയിരിക്കും ചെയിനേജ് ഓഫ് എ എന്ന് നമുക്കപ്പോൾ C1 കണ്ടുപിടിക്കാമല്ലോ. ദെൻ കോഡ് ലെങ്ത്ത് T1A, ദാറ്റ് നമ്മൾ അതിന് C1 എന്നായിരുന്നു നൊട്ടേറ്റ് ചെയ്തത്. C1 = എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഈ നമ്മൾ സർവേ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് എ വരെ 1060 ആണ്. സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് T1 വരെ 1050.52 ആണ്. അപ്പോൾ നമുക്ക് ഈ T1A കണ്ടുപിടിക്കണമെങ്കിലോ 1060 മൈനസ് 1050.52. അപ്പോൾ C1 = 1060 മൈനസ് 1050.52. എത്രയാണ് കിട്ടുക? C1 9.48 മീറ്റേഴ്സ് കിട്ടും. 9.48 മീറ്റേഴ്സ് C1 കിട്ടിയല്ലോ. ഈ C1 എന്തിനാണ് ഞാൻ കണ്ടുപിടിച്ചത്? നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ട് ഈ നമ്മളെ മെത്തേഡിൽ ഓഫ്സെറ്റ് ഫ്രം കോഡ്സ് പ്രൊഡ്യൂസ്ഡിൽ ഫസ്റ്റ് ഓഫ്സെറ്റ് O1ൻ്റെ ഇക്വേഷൻ എന്താ? O1 = C1² / 2R. ദാറ്റ് ഈസ് C1 is 9.48 ² / 2 × 300. എത്രയാണ് കിട്ടുക? O1 = 0.15 മീറ്റേഴ്സിന് കിട്ടും. 0.15 മീറ്റേഴ്സ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 9.48 ² / 2 × 300. അപ്പോൾ ഫസ്റ്റ് സബ് കോഡും കിട്ടി, ഫസ്റ്റ് സബ് കോഡിൻ്റെ ലെങ്ത്തും കിട്ടി, അതിൻ്റെ ഈ ഓഫ്സെറ്റും കിട്ടി. ഇനി നമുക്ക് പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ഈ ക്വസ്റ്റ്യനിലൊരു സെൻറ്റൻസ്, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളൊരു സെൻറ്റൻസ് കണ്ടോ? ടേക്ക് പെഗ് ഇൻ്റർവെൽ = 100 ലിങ്ക്സ് അല്ലേ. പെഗ് ഇൻ്റർവെൽ = 100 ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെയും ബിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, സാധാരണ നമ്മൾ C2 എന്ന് വിളിക്കുന്ന ഡിസ്റ്റൻസ്, ദെൻ ബിൻ്റെയും സിൻ്റെയും ഇടയ്ക്ക് ഈ പെഗ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കർവിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ സർവേ സ്റ്റേഷൻസ് എന്നാണ് വിളിക്കുക അല്ലേ. ആ സർവേ സ്റ്റേഷൻസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ പെഗ് ഇൻ്റർവെൽ എന്ന് വിളിക്കുന്നത്. എൻ്റെയും ബിൻ്റെയും ഇടയ്ക്കുള്ള ഇൻ്റർവെൽ, ബിൻ്റെയും സിൻ്റെയും ഡിൻ്റെയും ഒക്കെ ഇടയ്ക്കുള്ള ഇൻ്റർവെൽ. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ഇതെന്തുകൊണ്ടാണ് പെഗ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കർവിനെ സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ അവിടെ പെഗ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഈ പോയിൻറ്റിനെ
മാർക്ക് ചെയ്യുക. അപ്പോൾ പെഗ്സ് തമ്മിലുള്ള ഇൻ്റർവെൽ എന്നുള്ള രീതിയിലാണ് അതിനെ പെഗ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് പെഗ് ഇൻ്റർവെൽ ഇസ് 100 ലിങ്ക്. 100 ലിങ്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ചെയിനാണ്. ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 മീറ്റർ. അപ്പോൾ ഓരോ സർവേ സ്റ്റേഷൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 20 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ C2 ആണെങ്കിലും C3 ആണെങ്കിലും ഒക്കെ എത്രയാണ്? C2 ആണെങ്കിലും C3 ആണെങ്കിലും C2 ഈക്വൽ ടു C3 ഈക്വൽ ടു ഒക്കെ ആണെങ്കിൽ എത്രയാണ്? 100 ലിങ്ക്സ് ആണ് ഇൻ്റർവൽ, ദാറ്റ് ഈസ് 20 മീറ്റർ. അങ്ങനെ എത്ര ലിങ്ക്സ്, എത്ര പെഗ്സ് ഉണ്ടാവും? എത്ര പെഗ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും? അതെങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമുക്ക് ചെയിനേജ് ഓഫ് T2 അറിയാലോ. ചെയിനേജ് ഓഫ് T2 അറിയാം. ഈ ലാസ്റ്റിലത്തെ ഒരു കോഡ് ഉണ്ടല്ലോ, ലാസ്റ്റിലത്തെ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ അതും ഒരു സബ് കോഡായിരിക്കും. ഫസ്റ്റ് കോഡ് പോലെയല്ല, അതും ഒരു സബ് കോഡായിരിക്കും ഇല്ലേ. ഫസ്റ്റ് കോഡ് പോലെ തന്നെ അതും ഒരു സബ് കോഡായിരിക്കും. ബാക്കി ഇടയ്ക്കുള്ള കോഡ്സ് മാത്രമേ ഫുൾ കോഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് കോഡും ലാസ്റ്റ് കോഡും സബ് കോഡായിരിക്കും. അപ്പോൾ ഈ ലാസ്റ്റ് കോഡിൻ്റെ ഈ സബ് കോഡിൻ്റെ ലെങ്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് T2 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ചെയിനേജ് അറിയാലോ അല്ലേ. ഈ T2 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ചെയിനേജ് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ചെയിൻ അവിടെ ഇടുക. അതായത് നമ്മൾ ഈ A എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടിയില്ലേ, ദെൻ A to B 20 മീറ്റർ. ഇതൊന്നുകൂടി ചെറുതാക്കാം നമുക്ക്. A to B 20 മീറ്റർ, A to B 20 മീറ്റർ, ദെൻ B to C വീണ്ടും 20 മീറ്റർ, ദെൻ C to D വീണ്ടും 20 മീറ്റർ. അപ്പോൾ നമുക്ക് ഓൾറെഡി Aയുടെ ചെയിനേജ് എത്രയാണ്? 1060. ദെൻ 1060, 1080, 1100, 1120, 1140 അങ്ങനെ പോകും ഇല്ലേ. അപ്പോൾ T2ൻ്റെ ചെയിനേജ് എത്രയാണ്? നമ്മുടെ T2ൻ്റെ ചെയിനേജ് 1314 ആണ് അല്ലേ. 1314.94 ആണ്. 1314.94 ആണ് നമ്മുടെ T2ൻ്റെ ചെയിനേജ്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം A എന്ന് പറയുന്ന പോയിന്റ് 1060 മീറ്റർ ആയിരുന്നു ചെയിനേജ്. ദെൻ B എന്ന് പറയുന്ന പോയിന്റ് 1060ൻ്റെ കൂടെ 20 മീറ്റർ കൂടെ ആഡ് ചെയ്ത് 1080. ദെൻ 1080ൻ്റെ കൂടെ 20 കൂടെ കൂട്ടിയാൽ നമുക്ക് C കിട്ടും. അതായത് 1100, ദെൻ 1120 D, 1140 അങ്ങനെ പോകൂലേ. അങ്ങനെ 1300 എത്തി. പിന്നെ ഒരു 20 കൂടെ ഇട്ടാൽ എത്രയാവുത്? 1320 ആവും. അപ്പോൾ T2ൻ്റെ പുറത്തേക്ക് പോകില്ലേ അത്. അപ്പോൾ 1300 നമ്മൾ നിർത്തുക. നമ്മുടെ ചെയിനിങ് നമ്മൾ പെഗ് ഇൻസേർട്ട് ചെയ്യുന്ന 1300ലാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് വരിക. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു 14 മീറ്ററും കൂടെ എടുത്താൽ നമുക്ക് T2 എത്താം. അപ്പോൾ ലാസ്റ്റിലത്തെ സബ് കോഡിൻ്റെ ലെങ്ത് 14.94. ഓക്കെ, അപ്പോൾ അതും എഴുതി വെക്കാം. ലെങ്ത് ഓഫ് ലാസ്റ്റ് സബ് കോഡ് ഇസ് ലെങ്ത് ഓഫ് ലാസ്റ്റ് സബ് കോഡ് ഇസ് 14.94. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സബ്സ്റ്റേഷൻ്റെയും ലാസ്റ്റ് സബ്സ്റ്റേഷൻ്റെയും ഇടയ്ക്ക് എത്ര ഫുൾ സ്റ്റേഷൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ലാസ്റ്റിലത്തെ ചെയിനേജ് മൈനസ് ഈ A എന്ന് പറയുന്ന പോയിൻ്റ് ചെയിനേജ് ഡിവൈഡ് ബൈ 20 അല്ലേ, അത് ഓരോന്നിൻ്റെയും ഇൻ്റർവെൽ ഡിവൈഡ് ബൈ 20 ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ എത്ര ഫുൾ സ്റ്റേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാവും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഫുൾ സ്റ്റേഷൻസ്. നമ്പർ ഓഫ് ഫുൾ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ഇൻ്റർവെല്ലിൽ നമ്മൾ എടുക്കുന്ന സ്റ്റേഷൻസ്. നമ്പർ ഓഫ് ഫുൾ സ്റ്റേഷൻസ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് സബ്സ്റ്റേഷൻ്റെ ചെയിനേജ് മൈനസ് ഫസ്റ്റ് സബ്സ്റ്റേഷൻ്റെ ചെയിനേജ് ഡിവൈഡ് ബൈ 20. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുക 12 ആണ്. ഓക്കെ, അതായത് A കഴിഞ്ഞ് B, ദെൻ B കഴിഞ്ഞ് C, അങ്ങനെ 12 ഫുൾ സ്റ്റേഷൻസ് എടുത്താൽ ദെൻ നമ്മളിവിടെ ഈ 1300-ലെത്തും. എന്നിട്ട് ഒരു 14 മീറ്ററും കൂടെ മെഷർ ചെയ്താൽ T2 എത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് O1 കിട്ടി. ഇനി നമുക്ക് O2 ആണ് കണ്ടുപിടിക്കേണ്ടത്. O2ന് നമുക്കുള്ള ഇക്വേഷൻ എന്താണ്? O2 is equal to C2/2R ഇൻറ്റു C1. നമ്മൾ ജനറൽ ഇക്വേഷൻ ഞാൻ ആദ്യം എഴുതാം. ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? ജനറൽ ഇക്വേഷൻ ON is equal to CN/2R into
Cn/2r ഇൻറ്റു Cn-1 പ്ലസ് Cn. അപ്പോൾ O2 എന്ന് പറഞ്ഞാൽ O2/2r ഇൻറ്റു Cn-1 എന്ന് പറഞ്ഞാൽ C2-1, ദാറ്റ് ഈസ് 1 പ്ലസ് Cn ഇസ് C2. സോറി, ഇവിടെ C ആണ് കേട്ടോ, C2. അപ്പോൾ C2 എത്രയാണ്? C2 എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. അതൊരു പെഗ് ഇൻ്റർവെലാണ്. ഓരോ പെഗ് ഇൻ്റർവെലും 100 ലിങ്ക് ആണ്. 100 ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെയിനാണ്. ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 മീറ്റർ ആണ്. സോ C2 ഇസ് 20 മീറ്റർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 300 പ്ലസ് C1 നമുക്ക് എത്രയാണ് കിട്ടിയ? C1 ഇസ് 9.48 പ്ലസ് C2 ഇസ് 20. അപ്പോൾ ചെയ്താൽ 0.98 മീറ്റേഴ്സിന് കിട്ടും കേട്ടോ. 0.98 മീറ്റേഴ്സ്. ഓക്കെ, O1 0.15 കിട്ടി, O2 നമുക്ക് 0.98 കിട്ടി. ഇനി നമുക്ക് O3 കണ്ടുപിടിക്കാം. O3 എന്ന് പറഞ്ഞാൽ എന്താ? O3 എന്ന് പറഞ്ഞാൽ നമ്മൾ ബിയിലൊരു കോഡ് പ്രൊഡ്യൂസ് ചെയ്ത് ആ കോഡിൽ നിന്ന് ഈ C എന്ന് പറയുന്ന പോയിന്റ്, അതായത് തേർഡ് പോയിന്റിലേക്കുള്ള ഓഫ്സെറ്റാണ് O3. ഈക്വൽ ടു C3/2r വരും അല്ലേ? C3/2r ഇൻറ്റു Cn-1 O3 ആണ്. അപ്പോൾ C3-1 ദാറ്റ് ഈസ് C2 പ്ലസ് C3 എന്ന് വരും. ഇവിടെ നോക്കുക നിങ്ങൾ, C2 എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ഇൻ്റർവെല്ലാണ്. ബി കോഡ് ലെങ്ത് ആണ് അല്ലേ? ബിയും സിയും C2 എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള പെഗ് ഇൻ്റർവെൽ. C3 എന്ന് പറഞ്ഞാൽ ബിയും സിയും തമ്മിലുള്ള പെഗ് ഇൻ്റർവെൽ. C4 എന്ന് പറഞ്ഞാൽ സിയും ഡിയും തമ്മിലുള്ള പെഗ് ഇൻ്റർവെൽ. നമുക്കറിയാം, നമ്മളെടുക്കുന്ന ഓരോ ഫുൾ സ്റ്റേഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 100 ലിങ്ക്സ് 20 മീറ്റർ ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ C3 C4 ഒക്കെ സെയിം ആയിരിക്കും. എവിടം വരെ? C12 വരെ ഈ ഓരോ ഇൻ്റർവെല്ലും സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾക്ക് O3 മുതൽ O12 വരെ നമുക്ക് ഒരേ വാല്യൂ ആണ് കിട്ടുക. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. C3 ഇസ് 20/2r, ദെൻ C2 ഓൾസോ 20 പ്ലസ് C3 ഓൾസോ 20. 20/2r ബൈ 20 പ്ലസ് 20 ചെയ്താൽ നമുക്ക് 1.33 കിട്ടും. 1.33 കിട്ടും. ഇനി O4 ആണ് ചെയ്യുന്നതെങ്കിലോ O4 ഈസ് ഈക്വൽ ടു C4/2r ഇൻറ്റു C3 പ്ലസ് C4 കിട്ടും അല്ലേ? ദാറ്റ് ഈസ് 20/2r ഇൻറ്റു വീണ്ടും 20 പ്ലസ് 20. അങ്ങനെ O12 വരെ നമ്മളെ എല്ലാ കോഡ് ലെങ്ത്തും എല്ലാ പെഗ് ഇൻ്റർവെല്ലും സെയിം ആണ്, 20 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് സെയിം ആൻസറാണ് O12 വരെ കിട്ടുക. ദെൻ ഇനി നമുക്ക് വേണ്ടത് O13 ആണ്. O13 എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് സബ് കോഡിൻ്റെ, നമ്മൾ ഈ ലാസ്റ്റ് പോയിൻ്റിൽ നിന്നുള്ള സബ് കോഡിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഇല്ലേ? അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ O13 എന്ന് പറഞ്ഞാൽ C13 ഡിവൈഡഡ് ബൈ 2r ഇൻറ്റു C12 പ്ലസ് C13. അപ്പോൾ നമ്മൾ ഈ കർവ് നോക്കുക. O12ൻ്റെ ലെങ്ത്ത് C12 എന്ന് പറഞ്ഞാൽ 20 മീറ്റർ. 12 വരെ നമ്മൾ 20 മീറ്റർ ആണ് ലേ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് C13 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ സബ് കോഡാണ്. 14.94 മീറ്റേഴ്സുള്ള സബ് കോഡാണ് C13. അപ്പോൾ 13th ഓഫ്സെറ്റിൻ്റെ ആൻസർ വരിക C13 എന്ന് പറഞ്ഞാൽ 14.94 ആണ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു 300 പ്ലസ് C12 എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. C13 എന്ന് പറഞ്ഞാൽ 14.94 ആയിരിക്കും. അപ്പോൾ ആൻസർ കിട്ടുക O13 ഈസ് ഈക്വൽ ടു 0.87 എന്നാണ് കിട്ടുക. 0.87 മീറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു കർവ് നമ്മളെങ്ങനെ ഫീൽഡിൽ സെറ്റ് ഔട്ട് ചെയ്യും? T1ൻ്റെ ചെയ്യുന്നതൊക്കെ ആദ്യം നമ്മൾ V എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിൽ നമ്മൾ T1 കണ്ടുപിടിച്ചു. ആ T1 എന്ന് ആദ്യത്തെ കോഡ് Δ1 ആംഗിളിൽ സെറ്റ് ചെയ്തു. ദെൻ
ഈ ടാൻജൻറ്റിൽ നിന്ന് O1 ഈസ് ഈക്വൽ ടു 0.15 വരെ നമുക്ക് കിട്ടിയത്. നമ്മുടെ ടേപ്പിൻ്റെ 0 ഇവിടെ വെക്കുക. എന്നിട്ട് C1 എത്ര നമുക്ക് കിട്ടിയത്? C1 ഇസ് എത്രയായിരുന്നു? C1 9.48. അപ്പോൾ നമ്മൾ ടേപ്പിൻ്റെ 0 T1 വെക്കുക. എന്നിട്ട് 9.48 മീറ്റേഴ്സ് ടേപ്പിൽ മെഷർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ എത്തും. ഇവിടെ നമ്മളൊരു ആർക്ക് സിങ് ചെയ്യുക. എന്നിട്ട് ആ ആർക്കിൽ O1 0.15 അല്ലേ കിട്ടി, ആ 0.15 ആ ആർക്കിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് A എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ടേപ്പ് എടുത്തിട്ട് ഈ എലോങ് T1A ഇടുക. ആ T1Aയിൽ വെച്ച് A എന്ന് പറയുന്ന പോയിന്റിൽ ചെന്ന് നിന്നിട്ട് അവിടെ ടേപ്പിൻ്റെ 0 വെക്കുക. എന്നിട്ട് 20 മീറ്ററിലെ C2 ആ 20 മീറ്റർ ഇതിലെടുക്കുക, ഈ കോഡ് പ്രൊഡ്യൂസ് ചെയ്തതിൽ. എന്നിട്ട് അവിടെ നമ്മളൊരു ആർക്ക് വരിക. ആ ആർക്കിൽ O2 എത്ര നമുക്ക് കിട്ടിയത്? ആ O2ൻ്റെ എത്രയാണ് O2 കിട്ടുന്നത്? 0.98 മീറ്റേഴ്സ് ഈ ആർക്കിൽ എടുക്കുക. അപ്പോൾ നമുക്ക് പോയിന്റ് B കിട്ടും. ദെൻ നമ്മൾ B എന്ന് പറയുന്ന പോയിന്റിൽ ചെന്ന് നിൽക്കുക. ഈ AB പ്രൊഡ്യൂസ് ചെയ്തൊരു ലൈൻ ഉണ്ടാവും. ആ AB ലൈനിൽ നമ്മൾ C2 വീണ്ടും ഒരു 20 മീറ്റർ എടുക്കുക. എന്നിട്ട് ഒരു ആർക്ക് വരിക. ആ ആർക്കിൻ്റെ ലെങ്ത് എത്രയായിരിക്കണം? O3 ആയിരിക്കണം. O3 നമുക്ക് എത്രയാണ് കിട്ടുന്നത്? O3 നമുക്ക് കിട്ടുന്നത് 1.33 ആണ്. അപ്പോൾ 1.33 ഇതിലെടുക്കുക. അപ്പോൾ നമുക്ക് C കിട്ടും. ഇങ്ങനെ ഓരോ പോയിന്റും കിട്ടി നമ്മൾ ലാസ്റ്റ് T2ലെത്തും. ഇങ്ങനെയാണ് നമ്മൾ ഈ കർവ് സെറ്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് ടഫാണ് മനസ്സിലാക്കാൻ, എന്നാലും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം.